ഇത്രയും ഡിഫറെന്റ് ആയിട്ടുള്ള കോൺസെപ്റ്റ് എവിടെ നിന്നാണ് കിട്ടുന്നത്? അങ്ങനെ ഇരിക്കുമ്പോൾ തോന്നും. ഇങ്ങനെ മുത്തുവിന് എഴുതാൻ ഏതെങ്കിലും കംഫർട്ടബിൾ ആയിട്ട് ടൈം വല്ലതും ഉണ്ടോ? ഇല്ല, അങ്ങനെയൊന്നുമില്ല. അങ്ങനെയൊന്നുമില്ല. ഇപ്പൊ ഒരുപാട് ചുറ്റിനും ഒരുപാട് ബഹളങ്ങൾ ഉണ്ടായാലും ശരി തന്നെ എഴുതാൻ പറ്റാറുണ്ട്. പറ്റും. കുഴപ്പമൊന്നുമില്ല, ഫോക്കസ് മാറി പോകത്തൊന്നുമില്ല. ഇപ്പൊ ഒരു ടൈം അങ്ങനെ ഒന്നും ചിന്തിച്ചിട്ടില്ല? ഇല്ല. അപ്പോൾ ഏതെങ്കിലും ഇങ്ങനെ എഴുതിയ ഒരു സോങ് പെട്ടെന്ന് ഇരിക്കുമ്പോൾ ഓർമ്മ വന്നിട്ട് എഴുതി അത് നല്ല ക്ലിക്കായി പോയി, അങ്ങനെ ഏതെങ്കിലും ഉണ്ടോ? അത് ഇറങ്ങിയ പാട്ടുകളാണ്. അത് ബേസിക്കലി ഗുലാബ് ജാമുനൊക്കെ അങ്ങനെ ചെയ്തതാണ്. പിന്നെ കുസുമത്തി എന്ന് പറഞ്ഞൊരു പാട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ അങ്ങനെ പെട്ടെന്ന് ഒറ്റ ഇരിപ്പിൽ ഇങ്ങനെ എഴുതി തീർക്കുന്ന, അതിനൊരു 10-15 മിനിറ്റ് ഉണ്ടാവാറുള്ളൂ. കഥയൊന്ന് പറയാമോ? കുസുമത്തി എന്ന് പറയുന്നത് അത് ഒരു സ്റ്റോറി ടെല്ലിംഗ് ആണ്. അങ്ങനെ കുറേ പാട്ടുകളുണ്ട് ഞാൻ ചെയ്തു വെച്ചത്. അതിൻ്റെ അകത്ത് ഇറങ്ങിയതുണ്ട്, ഇറങ്ങാനിരിക്കുന്നതുണ്ട്, വർക്ക് ചെയ്യാത്തതുണ്ട്, കമ്പോസ് ചെയ്ത് ലിറിക്സ് എഴുതി വെച്ചിരിക്കുന്ന പാട്ടുകൾ. അപ്പോൾ ഇത് കുസുമത്തി, മുറുക്ക്, പിന്നെ പാൽ തൊട്ടി, അങ്ങനെ കുറച്ച് പാട്ടുകളുണ്ട്. ഈ കുസുമത്തി റിലീസ്ഡാണ്. കുസുമത്തിയുടെ കഥ ഒരു ചെക്കൻ്റെ പേഴ്സ്പെക്റ്റീവിലാണ് അത് പോകുന്നത്. ഇവൻ്റെ വല്യപ്പാൻ്റെ മോളെ കല്യാണമാണ്. അപ്പോൾ തലേ ദിവസം ഡാൻസൊക്കെ കളിച്ച് ക്ഷീണിതനായി വന്ന് വീട്ടിൽ കിടന്നുറങ്ങി. രാവിലെ കല്യാണത്തിന് റെഡിയാകാൻ വേണ്ടിയിട്ട് ഉമ്മ വന്ന് വാതിൽ മുട്ടുന്നതും ഒരു കാറിൽ കയറി പോകുന്നതും ഓഡിറ്റോറിയത്തിലെത്തുമ്പോൾ അവിടെയുള്ള അറ്റ്മോസ്ഫിയർ, അത് കഴിഞ്ഞിട്ട് കുറേ പേര് മൈലാഞ്ചി കൈ കൊണ്ടിങ്ങനെ നിന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ അതിൻ്റെ അകത്ത് ഒരു കയ്യിൽ ഇവൻ്റെ നോട്ടം ഹിറ്റ് ചെയ്യും. അപ്പോൾ അവിടെ നിന്ന് അവളുടെ മുഖം കാണുന്നതും പിന്നെ അവളുടെ പിറകെ നടക്കുന്നതും സംസാരിക്കാൻ ശ്രമിക്കുന്നതും, അപ്പോൾ അവളുടെ അടുത്ത് പെട്ടെന്ന് ഒരാൾ വന്ന് അവളെ കൈയും പിടിച്ച് കൊണ്ടുപോകുന്നതും, അത് അവൾ മാരീഡ് ആണെന്ന് മനസ്സിലാകുന്നതും, അതൊക്കെയാണ് കുസുമത്തി എന്നുള്ള പാട്ടിൻ്റെ കഥ. മുത്തുവിന്റെ ലൈഫ് സ്റ്റോറി ഇവിടെ എവിടെയെങ്കിലും റിലേറ്റഡ് ആണോ? സത്യം പറഞ്ഞോ? ഇല്ല. എന്റെ പ്രേമം ഇങ്ങനെയല്ലായിരുന്നു എന്നാണ്. അതെങ്ങനെയായിരുന്നു? കോളേജ് ആയിരുന്നോ? അല്ല, കോളേജൊന്നും, ഞാൻ കോളേജിലൊന്നും പഠിച്ചിട്ടില്ല. പിന്നെ ഈ മദ്രസ പഠനം അതിന്റെ എവിടെ, ഏത് ഗ്യാപ്പിലായിരുന്നു ഈ ഒരു ലവ് സ്റ്റോറി? എന്റെ ഫസ്റ്റ് പ്രണയം എന്ന് പറയുന്നത് എന്റെ 22ാമത്തെ വയസ്സിലാണ്. ഇപ്പൊ അധികം 25 വയസ്സായതേ ഉള്ളൂ. 22ാമത്തെ വയസ്സിലായിരുന്നു. അതൊന്നുമില്ല, ഒരു പ്രണയം അത്രേ ഉള്ളൂ. കുറച്ച് നല്ല പാഠങ്ങൾ ജീവിതത്തിൽ തന്നത്. ഇപ്പൊ എന്നെ ഒരു മനുഷ്യൻ ജീവിച്ചു പോകുമ്പോൾ അയാൾക്ക് പല അനുഭവങ്ങളുമാണ് അയാളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതിൽ നല്ലതും ഉണ്ടാവും, വിഷമങ്ങളുണ്ടാവും. വിഷമങ്ങൾ എങ്ങനെയാന്ന് പറഞ്ഞാൽ നമുക്ക് എത്രത്തോളം വലിയ വിഷമം കിട്ടുന്നോ അത് കഴിഞ്ഞിട്ടുള്ള സന്ദർഭത്തിൽ ഇത്രയും വലിയ വിഷമം വന്നാലും നമുക്കൊന്നും പറ്റില്ല. അതിലും വലുത് വരണം, എന്നാൽ മാത്രമേ നമ്മൾ വിഷമങ്ങൾ നമ്മളെ സർവൈവ് ചെയ്യാൻ സഹായിക്കുന്ന കാര്യങ്ങളാണ്. പക്ഷെ അതിലുപരി കുറേ നല്ല കാര്യങ്ങളുണ്ട്. ചില മൊമെൻറ്റ്സ് അല്ലെങ്കിൽ ചില വാക്കുകൾ, ചില പ്രവൃത്തികളൊക്കെ നമ്മളെ കൂടുതൽ നല്ലതിലേക്ക് നയിക്കും. നമ്മുടെ ഭാഗത്ത് തെറ്റുകൾ സംഭവിച്ചു പോകാറുണ്ട്, പക്ഷെ നമ്മൾ പശ്ചാത്തപിക്കാനും നമ്മൾ എന്ത് ചെയ്യും, ഇതൊക്കെ പ്രേരിപ്പിക്കും. അത്രയേ ഉള്ളൂ. അതൊക്കെയാണ് ഈ പ്രണയങ്ങളിലൂടെയൊക്കെയുള്ള അനുഭവങ്ങൾ. അല്ലാതെ നമ്മളതിൽ തകർന്ന് ഇങ്ങനെ ഒന്നുമല്ലാതെ മുന്നോട്ട് പോകാമെന്നൊന്നുമില്ല. അടുത്ത സന്തോഷങ്ങളെയും നല്ലതിനെയും നമ്മൾ നോക്കി മുന്നോട്ട് പോകാന്നേ ഉള്ളൂ. ഈ ലൈഫിൽ അല്ലെങ്കിൽ കരിയറിൽ ഏറ്റവും ഡൗൺ ആയ സമയത്ത് അത് ബ്രേക്ക് ചെയ്ത് തിരിച്ചു വന്നത് എങ്ങനെയായിരിക്കും? അങ്ങനെ ഡൗൺ ആയ സന്ദർഭങ്ങൾ എന്ന് പറഞ്ഞാൽ ഡൗൺ ആയ ഒരു സിറ്റുവേഷൻ ഇല്ല, അങ്ങനെയൊന്നും ഇല്ല. അത്രത്തോളം ഡൗൺ ആവലൊന്നും ഇല്ല, ഉണ്ടായിട്ടില്ല. ഓക്കെ ആണ് ഇതുവരെ. ഓക്കെയാണ്. ഇങ്ങനെ അങ്ങോട്ട് അതിൻ്റെ ഉയർച്ചകളും താഴ്ചകളും ഒക്കെ ഉണ്ട്. പക്ഷേ ലൈഫ് അങ്ങനെയാണല്ലോ, അത് അക്സെപ്റ്റ് ചെയ്ത് ഇങ്ങനെ പോകുന്നു, അത്രേ ഉള്ളൂ. ഓക്കെ.